ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് പ്രത്യേകിച്ചും വളരെ ടേസ്റ്റോടെ കഴിക്കും. കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പഴം തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ പഴുത്ത പഴം എടുക്കുന്ന സമയത്ത് പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ 2 പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് നമ്മൾ പൊതുവേ കുറച്ചധികം തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് പുട്ടിന് ടേസ്റ്റ് കൂടുതലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പൊതുവേ പുട്ടിന് കുറച്ചധികം തേങ്ങ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയുടെ കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെല്ലം, 1 കപ്പ് ശർക്കര ചീകി വെച്ചിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയുടെയും പഴത്തിൻ്റെയും ഒക്കെ മധുരം പുട്ടിൽ ചേർത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്തോളൂ. അപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം, തരി ഉള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിതേ തരിയുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുള്ള വെള്ളമാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുട്ടുപൊടിയിൽ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും അതിനനുസരിച്ച് തന്നെ പുട്ടിന് ടേസ്റ്റും കൂടും, അതുകൊണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചിരട്ടയിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാദ്യം ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴം മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മീതെ നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും അതിന് മീതെ നമുക്ക് പഴം മിക്സ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും ഞാൻ 4 ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ വീണ്ടും ചിരട്ടയിൽ തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ പഴം മിക്സ് ചെയ്തത് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അതിന് മീതേക്ക് പഴം മിക്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 4 ചിരട്ടയിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം, പഴത്തിൻ്റെയും ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പുട്ടെല്ലാം നമ്മളിത് ഒരു വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ചിരട്ടയിൽ നിന്നും നമുക്ക് മാറ്റാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു കഴിക്കാൻ ഇപ്പം തന്നെ കൊതിയാവുന്നില്ലേ. നമ്മൾ വാഴയിലേക്ക് അത് ചിരട്ടയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ തേങ്ങയും ശർക്കരയും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്, ആ മുകളിലുള്ളതും താഴെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കൂടെ പുട്ടെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഒന്ന് കുഴച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം. അസല് ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്.
ആ പുട്ടിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. വളരെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന